അസ്സലാമലൈക്കും. ഇത് ബീഹാറിലൊക്കെ ഫേമസ് ആയ ഒരു ബൈഗൻ പർദ പറഞ്ഞ ഒരു ഡിഷാണ് കേട്ടോ. ഈ ഡിഷ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ആണ് നിങ്ങളോട് പറയണത്. ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഒരു വലിയ വഴുതനങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ടുള്ള ഹോള്, ചെറിയ വെളുത്തുള്ളിയാണ് വെച്ചെങ്കിൽ ചെറിയ ഹോൾ ഉണ്ടാക്കുക. ഞാൻ കുറച്ച് വലുതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വെളുത്തുള്ളി. അപ്പോൾ കുറച്ച് വലിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് 4 ഹോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 4 വെളുത്തുള്ളി വെച്ച് കൊടുത്തിട്ട് ഇത് ഗ്യാസുമ്മ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ചുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓണാക്കിയതിന് ശേഷം അതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട്, ചെറുതാണ് വെച്ചെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് വലുതാണ് വഴുതനങ്ങ. അപ്പം ഞാൻ അത് ആ ഞെട്ടി ഭാഗത്ത് പിടിച്ചിട്ടാണ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായി ചുങ്ങി വരുന്നത് വരെ തന്നെ വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി വേവണം കേട്ടോ. കരിഞ്ഞു പോകുന്നില്ല. നമ്മൾ അവിടെ നിന്നിട്ട് തന്നെ അത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഓരോ ഭാഗവും വേവിച്ച് കൊടുക്കണം, അതിൻ്റെ എല്ലാ ഭാഗവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെളുത്തുള്ളി ഒക്കെ നന്നായി വെന്ത് കിട്ടും. അതേപോലെ തന്നെ ഇതിൽ തക്കാളി സവാള ഒക്കെ വെച്ച് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഞാൻ തക്കാളി എടുത്തിട്ട് അത് വേറെ ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡിഷ് ഇതേപോലെ കിട്ടുട്ടാ. കണ്ടില്ലേ, നന്നായി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വെന്തിട്ട് തന്നെ കിട്ടും. അതിന് ശേഷം 3 ടൊമാറ്റോ എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ഫോർക്ക് കൊണ്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുത്തിട്ട് ഗ്രൈൻഡറിലെടുത്തിട്ട് ഒരു അരപ്പുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡിഷിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള, ഇതിലേക്ക് ആവശ്യമുള്ള മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായി തന്നെ അരിഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ അത് ഇളക്കി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കണം, എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ തന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഡിഷ് ചപ്പാത്തിയിലേക്കും അതേപോലെ തന്നെ കുബൂസ്, ദോശ, ഇതിലേക്കൊക്കെ നല്ല റെസിപ്പിയാണ് കേട്ടോ. ദോശയിലേക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഒരു വലിയ വഴുതനങ്ങയുടെ റെസിപ്പിയാണ് ഇത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഡിഷ് ഉണ്ടാക്കിയിട്ട് എന്തായാലും കമൻറ്റ് പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.